നമ്മുടെ മലയാള സിനിമയിൽ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചില താരങ്ങൾ അവരുടെ അവസാന സിനിമയുടെ ഡബ്ബിംഗ് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ മരണപ്പെട്ടിരുന്നു. അത്തരം സിനിമകളിൽ അവരുടെ ശബ്ദം നമുക്കൊരിക്കലും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിൽ ഡബ്ബ് ചെയ്തിരുന്നത് മറ്റു ചില താരങ്ങളായിരുന്നു. അത്തരം നടന്മാരെയും സിനിമകളെയും താരങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ആൽഫ്രഡ് കുര്യന്റെ സംവിധാനത്തിൽ 2023 ഡിസംബറിൽ മുകേഷ്, ഇന്നസെന്റ്, നോബൽ തോമസ്, ചാർലി തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു ഫിലിപ്സ്. ഈ സിനിമയിൽ മണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നമ്മുടെ ഇന്നസെന്റ് ചേട്ടനായിരുന്നു. അദ്ദേഹം അവസാനമായി അഭിനയിച്ച സിനിമ കൂടിയായിരുന്നു ഇത്. എന്നാൽ ഈ സിനിമയുടെ ഡബ്ബിംഗ് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു. നീ പറഞ്ഞ കാശ് ഞാനൊരു ചവിട്ടിയാലുണ്ടല്ലോ. എന്നാൽ ഈ ശബ്ദം വളരെ പെർഫെക്റ്റ് ആയി ഡബ്ബ് ചെയ്തിരുന്നത് കലാഭവൻ ജോഷി എന്ന മിമിക്രി താരമായിരുന്നു. അങ്ങോട്ട് വിട്ടുകൊടുക്കടാ കമ്പൗണ്ടർ. ഇന്നസെന്റേട്ടൻ മരിച്ചതിന് ശേഷം ഫിലിപ്സ് എന്ന് പറയുന്ന ഒരു സിനിമ അത് ഡബ് ചെയ്തു. കുളിരുണ്ടെങ്കിലല്ലടാ കോട്ടിന് കാര്യമുള്ളൂ. തനു ബാലക്കിന്റെ സംവിധാനത്തിൽ 2021 പുറത്തിറങ്ങി പൃഥ്വിരാജ്, അതിഥി ബാലൻ, അനിൽ നെടുമങ്ങാട്, സുചിത്ര പിള്ള തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു കോൾഡ് കേസ്. ഈ സിനിമയിൽ CI സിയാദ് മുഹമ്മദ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നമ്മുടെ അനിൽ നെടുമങ്ങാടായിരുന്നു. എന്നാൽ ഈ സിനിമയുടെ ഡബ്ബിംഗ് പൂർത്തിയാക്കുന്നതിന് മുൻപ് അദ്ദേഹം മരണപ്പെട്ടിരുന്നു. സിനിമാ ഷൂട്ടിംഗിന്റെ ഇടവേളയിൽ ഡാമിൽ കുളിക്കാനിറങ്ങിയ അനിൽ നെടുമങ്ങാട് വെള്ളത്തിൽ മുങ്ങി മരിക്കുകയായിരുന്നു. എന്നാൽ ഈ സിനിമയിൽ അനിൽ നെടുമങ്ങാടിന്റെ ശബ്ദം വളരെ പെർഫെക്റ്റായി അവതരിപ്പിച്ചിരുന്നത് നമ്മുടെ കോമഡി ഉത്സവം താരം മഹേഷ് കുഞ്ഞുമോനായിരുന്നു. പോലീസിൽ നിന്ന് ചില കാര്യങ്ങൾ അറിയണം. ഇപ്പം പറയാൻ സൗകര്യം എനിക്ക് സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കാം. അവിടെയാകുമ്പോൾ വിശദമായിട്ട് ഇരുന്ന് സംസാരിക്കാം. ഇത് ഡബ്ബ് ചെയ്തിരിക്കുന്നത് മറ്റൊരാളാണെന്ന് ഒരിക്കലും തിരിച്ചറിയില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ കുഞ്ഞുമോൻ ഇത് ഡബ്ബ് ചെയ്തിരിക്കുന്നത്. എന്ത് സംഭവിച്ചാലും ബോഡി കൾപ്പിലെത്തിക്കണോട് ഞാനത് ചെയ്തിരിക്കും. അൻസാർ കലാഭവന്റെ സംവിധാനത്തിൽ 2003 ജിഷ്ണു രാഘവ്, ഭാവന, കൊച്ചിൻ ഹനീഫ, ജഗദീഷ് ശ്രീകുമാർ, നരേന്ദ്ര പ്രസാദ് തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീട്. ഈ സിനിമയിൽ ആദിത്യവർമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നമ്മുടെ നരേന്ദ്ര പ്രസാദ് ആയിരുന്നു. അദ്ദേഹത്തിന് ഡബ്ബിംഗ് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ മരണശേഷം കറക്റ്റായി ഡബ്ബ് ചെയ്തിരുന്നത് നമ്മുടെ കോട്ടയം നസീർ ആയിരുന്നു. അച്ഛന് മറുപടിയില്ല മോളെ. ഇന്ന് ഈ വർമ്മയ്ക്ക് എല്ലാവരുടെ മുന്നിലും തലകുനിക്കാനാ വിധി. പലരെയും ഞാൻ അകമിഴഞ്ഞ് വിശ്വസിച്ചു. ഞാൻ ചെയ്ത തെറ്റിന് എന്റെ മോളും കൂടി അനുഭവിക്കേണ്ടി വരുന്നല്ലോ ദൈവങ്ങളെ. മാത്രമല്ല 2004 പുറത്തിറങ്ങിയ ദ ക്യാമ്പസ് എന്ന സിനിമയിലും നരേന്ദ്രപ്രസാദിന് ശബ്ദം നൽകിയിരുന്നത് കോട്ടയം നസീർ തന്നെയായിരുന്നു. ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് അവർ ന്യൂ പ്രിൻസിപ്പൽ, റവറൻഡ് ഫാദർ ഡോക്ടർ ഡേവിഡ് പുലിക്കാട്ടിൽ. ഫാദർ അതിപ്രശസ്തമായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD കരസ്ഥമാക്കുകയും TS സുരേഷ് ബാബുവിന്റെ സംവിധാനത്തിൽ 1997 മനോജ് കെ ജെയിൻ, ദിവ്യ ഉണ്ണി, സുകുമാരൻ, വിജയരാഘവൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു ശിബിരം. ഈ സിനിമയിൽ സുകുമാരന് വേണ്ടി ശബ്ദം നൽകിയിരുന്നത് കലാഭവൻ സാജനായിരുന്നു. 1997 49ാമത്തെ വയസ്സിലായിരുന്നു നമ്മുടെ സുകുമാരൻ ഹൃദയാഘാതം മൂലം ലോകത്തോട് വിട പറഞ്ഞിരുന്നത്. കൂട്ടിക്കൊടുപ്പുകാരനും കഴിവേരമക്കളും പോലീസുകാരനായി അതല്ലേ സംഭവിക്കൂ. പറയണ പുല്ലേ, മലഞ്ചരക്ക് കിടത്താൻ ടോണിയോടൊപ്പം നീയുമില്ലായിരുന്നു. തെണ്ടിയുടെയും എരപ്പയുടെയും നക്കിക്കാശിന് വേണ്ടി പാവങ്ങളെ നെഞ്ചിട്ട് കുതിര കയറുക. S ശങ്കറിന്റെ സംവിധാനത്തിൽ 2010 പുറത്തിറങ്ങിയ രജനികാന്തിന്റെയും ഐശ്വര്യ റായിയുടെയും ബ്രഹ്മാണ്ഡ ചിത്രമായി മാറിയ എന്തിനനിൽ നമ്മുടെ കൊച്ചിൻ ഹനീഫ ഒരു ട്രാഫിക് പോലീസുകാരന്റെ വേഷത്തിൽ അഭിനയിച്ചിരുന്നു. എന്നാൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഡബ്ബ് ചെയ്യുന്നതിന് മുൻപ് 58ാം വയസ്സിൽ കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് നമ്മുടെ കൊച്ചിൻ ഹനീഫക ഈ ലോകത്ത് നിന്നും വിട പറയുകയായിരുന്നു. പിന്നീട് ഈ സിനിമയിൽ കൊച്ചിൻ ഹനീഫയുടെ അതേ ശബ്ദത്തിൽ ഡബ്ബ് ചെയ്തിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട താരം കോട്ടയം നസീർ ആയിരുന്നു. என்னையா நோ பார்க்கிங்ல வண்டி நிறுத்திருக்க? எதுக்கு வாக்குவாதம்? பார்க்கிங் அஃபென்ஸ். டிரைவிங் லைசன்ஸ் இல்லை. ஜாஸ்தி பேசுறேன். മാത്രമല്ല ആര്യയും ആമി ജാക്സണും നാസറും കൊച്ചിൻ ഹനീഫയും പ്രധാന വേഷത്തിലെത്തി 2010 പുറത്തിറങ്ങിയ മദ്രാസി പട്ടണം എന്ന സിനിമയിലും കൊച്ചിൻ ഹനീഫയ്ക്ക് ശബ്ദം നൽകിയിരുന്നത് നമ്മുടെ കോട്ടയം നസീർ തന്നെയായിരുന്നു. Special role. Governor made you. What language are you speaking? I speak 5 languages. Malayalam, Tamil, Telugu, Hindi, Kannada, English. 1992 കമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ജയറാം, മുകേഷ്, ശ്രീനിവാസൻ, സായികുമാർ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു ആയുഷ്കാലം. ഈ സിനിമയിൽ പ്രേതബാധ ഒഴിപ്പിക്കാൻ വരുന്ന വേലുമൂപ്പനായി അഭിനയിച്ചിരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട താരം ആലുമൂടനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഈ സിനിമയുടെ ഡബ്ബിംഗ് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. 1992 ഇദ്ദേഹം മരണപ്പെട്ടിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിച്ച് ഈ സിനിമയിൽ ഡബ്ബ് ചെയ്തിരുന്നത് നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് ആയിരുന്നു. എന്തോ നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല ഗുരു. എന്നാൽ ഞാൻ കാണുന്നു. എത് കിട്ടാതെ ഒരുത്തൻ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു.
മാത്രമല്ല ഇദ്ദേഹം മരിക്കുന്നതിന് മുൻപ് 1991 പ്രിയദർശന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, ജയറാം, ചിത്ര, രേവതി തുടങ്ങിയവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ അദ്വൈതം എന്ന ചിത്രത്തിൽ നമ്മുടെ ആലുമൂടൻ ചേട്ടൻ ഒരു മന്ത്രിയുടെ റോൾ കൈകാര്യം ചെയ്തിരുന്നു. ഇവിടുത്തെ തീവ്രവാദികൾ ഒതുക്കാൻ സർക്കാർ ഉണ്ടാക്കിയ സ്പെഷ്യൽ സ്ക്വാഡിന്റെ മുഴുവൻ ചാർജും മുഖ്യമന്ത്രി എന്നെ അധികാരപ്പെടുത്തിയിരിക്കും. ഈ സിനിമയിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിനും അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിച്ച് ഡബ്ബ് ചെയ്തിരുന്നത് ദിലീപ് തന്നെയായിരുന്നു. നമുക്കിവിടെ ആലോചിക്കാനുള്ളത് വായൂർ ദേവസ്വം ബോർഡ് പ്രശ്നമാണ്. നമ്മുടെ മുഖ്യരോടൊന്ന് ആലോചിക്കാതെ. പ്രിയദർശന്റെ സംവിധാനത്തിൽ മോഹൻലാൽ, പ്രേം നസീർ, കൊച്ചിൻ ഹനീഫ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തി 1990 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കടുത്തനാടൻ അമ്പാടി. 1985 തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ ഈ ചിത്രം ചില സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് കോടതി ഉത്തരവിനെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി 1990 ഈ സിനിമയുടെ ഡബ്ബിംഗ് ഉൾപ്പെടെയുള്ള മറ്റു ജോലികൾ പുനരാരംഭിക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രേം നസീർ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞിരുന്നു. എന്നാൽ നസീർ സാറിന്റെ ശബ്ദം അനുകരിച്ച് ഈ സിനിമയിൽ അദ്ദേഹത്തിന് ഡബ്ബ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം സമീപിച്ചിരുന്നത് അന്നത്തെ കാലത്ത് ഏറ്റവും മനോഹരമായി നസീർ സാർ അനുകരിച്ചിരുന്ന ജയറാമിനെ ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ശബ്ദം അനുകരിച്ചുകൊണ്ട് ഡബ്ബ് ചെയ്യാൻ വളരെയധികം പ്രയാസമായതിനാൽ ഇതിൽ നിന്നും പിന്മാറുകയായിരുന്നു. പിന്നീട് മറ്റൊരാളെ കണ്ടെത്തി. പിന്നെ എന്താണ് ഒരു വഴി? അതറിയില്ല. ഈ ഓലയിൽ കുറിച്ചിരിക്കുന്ന എന്താണെന്ന് ശരിക്കും മനസ്സിലാകുന്നില്ല. വാൾ വെച്ചിരിക്കുന്ന പീഠത്തിന് മുകളിലൂടെ ഈ സിനിമയിൽ നസീർ സാറിന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഡബ്ബ് ചെയ്തിരുന്നത് നടൻ ഷമ്മി തിലകനായിരുന്നു. നസീർ സാറിന് ഉൾപ്പെടെ ഏകദേശം 20-ലേറെ കഥാപാത്രങ്ങൾക്ക് ഷമ്മി തിലകൻ ഈ സിനിമയിൽ ശബ്ദം നൽകിയിട്ടുണ്ട്. എന്റെ പൊന്നോമന മകളെ എനിക്ക് തിരിച്ചു നൽകാൻ ഈ മലനാടിനോ കടത്തനാടിനോ തച്ചോളി തറവാടിനോ നിനക്കോ സാധിക്കുമോ? ചൊല്ലിൻ. 1981 ജയൻ, മധു, സുകുമാരൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തി പുറത്തിറങ്ങിയ സിനിമയായിരുന്നു കോളിളക്കം. നമ്മുടെ മഹാനടൻ ജയന്റെ അവസാന സിനിമ കൂടിയായിരുന്നു ഇത്. ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിലായിരുന്നു ജയൻ ഹെലികോപ്റ്ററിൽ നിന്നും വീണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. എന്നാൽ ഈ സിനിമയിൽ അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ മനോഹരമായി അനുകരിച്ചുകൊണ്ട് ഡബ്ബ് ചെയ്തിരുന്നത് ആലപ്പി അഷ്റഫ് ആയിരുന്നു. കുട്ടികളുടെ കളിപ്പാട്ടമല്ലോ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര വരും. അതല്പം വിലയുള്ള സാധനമാണ്. കോളിളക്കത്തിന് പുറമെ മനുഷ്യമൃഗം, ആക്രമണം, അറിയപ്പെടാത്ത രഹസ്യങ്ങൾ എന്നീ സിനിമകളിൽ കൂടി ജയന് വേണ്ടി ഡബ്ബ് ചെയ്തിരുന്നത് ആലപ്പി അഷ്റഫ് തന്നെയായിരുന്നു. മാത്രമല്ല മലയാളത്തിന്റെ മറ്റൊരു മഹാനടനായ തിലകൻ ചേട്ടൻ മരണപ്പെടുന്നത് 2012 77-ാം വയസ്സിലായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷവും ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്തിരുന്നു. ഓഗസ്റ്റ് ക്ലബ്ബ്, ഗോഡ് ഫോർ സെയില്, ബാംഗിൾസ്, അന്നും എന്നും ഇന്നും തുടങ്ങി ഒട്ടേറെ സിനിമകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ സിനിമകളിലൊക്കെ അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഡബ്ബ് ചെയ്തിരുന്നത് അദ്ദേഹത്തിന്റെ മകൻ കൂടിയായ ശോഭി തിലകനും മറ്റു സിനിമകളിൽ ചില മിമിക്രി താരങ്ങളുമായിരുന്നു. ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന പരാതി, കിട്ടുന്ന ടൈം എൻജോയ് ചെയ്യുന്നതല്ലേ ഫാമിലി ലൈഫിന്റെ ത്രിൽ. ഹിന്ദു യെസ് മേനോൻ, റൈറ്റ്? അതുപോലെ ലെജൻഡറി ആക്ടർ നെടുമുടി വേണുചേട്ടൻ മരണപ്പെടുന്നത് 2021 അദ്ദേഹത്തിന്റെ മരണശേഷവും ഏതാനും ചില ചിത്രങ്ങൾ റിലീസ് ചെയ്തിരുന്നു. അദ്ദേഹം അവസാനമായി അഭിനയിച്ചിരുന്നത് കോപം എന്നൊരു സിനിമയിലായിരുന്നു. ആ സിനിമയുടെ ഡബ്ബിംഗ് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം മരണപ്പെട്ടിരുന്നു. എന്നാൽ ആ സിനിമയിലും അദ്ദേഹത്തിന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഡബ്ബ് ചെയ്തിരുന്നത് മറ്റൊരു മിമിക്രി താരമായിരുന്നു. ഇപ്പോഴാണ് നീ പുസ്തകം കയ്യിലെടുത്തതല്ലേ കള്ളി? അംഗവൈകല്യം ഉണ്ടായിട്ടും ജീവിതത്തിൽ വൻ വിജയം നേടിയവർ എത്ര പേരുണ്ടെന്നറിയാം. ഈ സിനിമകളിലൊക്കെ ശബ്ദം നൽകിയത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ട് എന്ന കാര്യവും ഇത്തരത്തിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റു സിനിമകളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ.